ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ല ട്രെൻഡി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കേക്ക് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കൂടി ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതോടെ പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കേക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച മൈദയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയ ശേഷം 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം. ബൂസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്കിത് മുഴുവനായിട്ട് അരിച്ചെടുക്കാൻ പറ്റില്ല. അന്നേരം നമ്മളിതൊന്ന് മാറ്റിയിട്ട് പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ചേർത്ത് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഒരു തവണ ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരിച്ച സമയത്ത് ബാക്കി വന്ന ബൂസ്റ്റിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ശേഷം ഒട്ടും തന്നെ നനവില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒരു 4 കോഴിമുട്ട പൊടിച്ചൊഴിച്ചിട്ടുണ്ട്. കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ എസൻസ് ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇതുപോലെ ഒന്ന് പതഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഇതേപോലെ 2 ബാച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മുട്ട നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഓയിൽ ചേർത്ത് ജസ്റ്റ് മിക്സ് ആക്കുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓവർ ബീറ്റ് ചെയ്യേണ്ട. ഓവർ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പൊങ്ങിയൊന്ന് മുട്ടയും താന്നു പോകാനും പിന്നെ നമ്മുടെ കേക്ക് ഹാർഡാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഓയിലോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച മൈദയുടെ മിക്സ് കുറേശ്ശെ ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് കുത്തി ഇളക്കല്ല. കുത്തി ഇളക്കുകയാണെങ്കിൽ നമ്മൾ ഈ പൊങ്ങി വന്ന് മുട്ടയങ്ങ് താന്നു പോകും. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മൈദയുടെ കൂട്ട് മുഴുവനായിട്ടും ചേർത്തൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു മോൾഡ് ഗ്രീസ് ചെയ്ത് അതിലൊരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 10 തവണയെങ്കിലും ടാപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ എയർ ബബിൾസ് കാണില്ല ഇതിൽ. നമ്മളിത് നല്ലതുപോലെ തട്ടി എയർ ബബിൾസ് ഒക്കെ കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് അതിനുള്ളിൽ ചെറിയ ഹോൾസ് പോലെ കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ്. അപ്പോൾ ഇത് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള പാനാണ്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കാം. ശേഷം ഒരു ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് 35 to 40 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഈ പാത്രത്തിൻ്റെ ലിഡിലുള്ള ഹോൾ ഞാൻ ഒരു പേപ്പർ കൊണ്ട് മൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. കേക്ക് നല്ലതുപോലെ ചൂടാറിയ ശേഷം നമുക്കിത് ലെയർ ചെയ്തെടുക്കാം. കേക്ക് നല്ലതുപോലെ ചൂടാറിയ ശേഷം ഞാനൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ടേൺ ടേബിളിൻ്റെ മുകളിലോട്ട് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കാം. ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ടിത് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളത്തിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതിലേക്ക് 2 തുള്ളി വാനില എസൻസ് കൂടി ചേർത്ത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഷുഗർ സിറപ്പ് ഇതേപോലെ കുപ്പിയിലാക്കിയിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ നനച്ചിട്ടെടുക്കാൻ പറ്റും.
ഇനി ഇതിന് മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന നട്ടി ബബിൾ കേക്കാണല്ലോ. അപ്പോൾ ഈ ക്രീം സ്പ്രെഡ് ചെയ്ത ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിസ്തയോ കാഷ്യോ ബദാമോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 3 ലെയറും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ സൈഡിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് വെച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ കുറച്ച് ബദാമും കാഷ്യുമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത ശേഷം ഇതേപോലെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിലായിട്ടാണ് ബബിൾസ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത ശേഷം അത്ര തന്നെ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലേസ് കിട്ടാൻ വേണ്ടി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്തിട്ടുള്ളതാണ്. ഇതൊരു പൈപ്പ് ബാഗിലേക്ക് ആക്കിയിട്ട് ബബിൾസ് വരച്ച് കൊടുക്കാം. ഒരെണ്ണം കുറച്ച് വലുതായിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ അടുത്തത് ചെറുതായിട്ട് വരയ്ക്കുക. ഇപ്പോൾ ബബിൾസ് മുഴുവനായിട്ട് എല്ലായിടത്തും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബബിൾസിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ഹോൾസുള്ള അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഈ ബബിൾസിൻ്റെ മുകളിലായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഈ ബബിൾസിൻ്റെ മുകളിൽ മുഴുവനായിട്ടും ബൂസ്റ്റ് പൗഡർ വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണാൻ ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് തന്നെ ആക്കി കൊടുക്കുകയാണ്. ഇപ്പം മുഴുവനായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ച ശേഷം മാത്രം കട്ട് ചെയ്യുക. വളരെ ടേസ്റ്റിയാണ് ഈ നട്ടി ബബിൾ കേക്ക്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ചിരിച്ച് ഹാപ്പി ആയിട്ട് ഇരുന്നോളൂ. ബൈ ഫ്രം ആദൂസ് വേൾഡ്.